ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ പക്കുവടയാണ്. നല്ല തട്ടുകടയിലെ പക്കുവട ഉണ്ടാക്കുന്ന ആ ഒരു അതേ സ്റ്റൈലിൽ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും നന്നായിട്ട് വാച്ച് ചെയ്യണം. പിന്നെ നാളത്തെ ഈവനിങ് സ്നാക്കായിട്ട് എല്ലാവരും ഈ പക്കുവട ഉണ്ടാക്കി നോക്കിയാൽ വേണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല സൂപ്പർ പക്കുവടയാണ്. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ദിവസമാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടു പോകരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക വേണം. അപ്പം നമുക്ക് ചിക്കൻ പക്കവട ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇത് 1/2 കിലോ ചിക്കൻ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിലിട്ടിരിക്കുന്നത്. ഞാനിതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് തിരുമ്പി പിടിപ്പിക്കണതിൽ. ഇത് ചിക്കൻ വേണമെങ്കിൽ ബോണുള്ള പീസും വാങ്ങുക കേട്ടോ. പക്ഷേ ഞാനിവിടെ കുട്ടികളായതുകൊണ്ട് കുട്ടികൾക്കത് എല്ല് കടിച്ച് അതിന് അഥവാ വിഴുങ്ങി പോകണ്ടെന്നൊക്കെ കരുതിയിട്ടാണ്. പക്ഷേ നമുക്ക് കഴിക്കാൻ നല്ല സുഖം ശരിക്കും ബോൺലെസ് പീസാണ്. അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മാഗ്നേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കൊന്നും വേണ്ട. ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക വേണ്ടത്. ഇനിയിപ്പം ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുക്കണ്ടെങ്കിൽ അത് അതേപടി ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് അത് ചിക്കൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുത്താലും മതി. ഞാനിതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി പക്കവടക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇനി ഓയിലൊന്നും അധികം വേണ്ടാന്ന് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതൊന്ന് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ വന്നിട്ട് ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ മതി കേട്ടോ. അങ്ങനെ വേവിച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്നായി കിട്ടുകയും ചെയ്യും. ഇതൊന്ന് നന്നായിട്ട് ക്രിസ്പിയായി വരുന്നവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോരുതേ. ഇതെൻ്റെ പുതിയ ബൗളാണ് കേട്ടോ. ഞാനിതാ ഈ ബൗളിലേക്ക് 1 കപ്പ് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പക്കവട കടലപ്പൊടിയിലാണ് ഉണ്ടാക്കിയെടുക്കുക. ചിക്കൻ പക്കവടയും കടലപ്പൊടിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ അതിലേക്ക് കുറച്ചൊന്ന് ഒരു ക്രിസ്പിനെസ് കൂടാനായിട്ട് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും, ഇത് ടേബിൾ സ്പൂണാണ്, ഈ മെഷർമെൻറ്റ് കപ്പിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഞാൻ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അപ്പക്കാരുണ്ടല്ലോ, അപ്പക്കാരം കൂടി. ഇതാണ് അപ്പക്കാരം കേട്ടോ, അപ്പക്കാരം. പിന്നെ കാശ്മീരി ചില്ലി, ഇത് 2 ടീസ്പൂണാണ്. പിന്നെന്താ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് 1 സവാള ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചതാണ്. 1 സവാള. ഞാനിതിപ്പോൾ 5 പച്ചമുളക് ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അതിൽ പകുതി ഇടുന്നുള്ളൂ, കുട്ടികൾക്ക് എരിവ് കൂടണ്ടെന്ന് കരുതിയിട്ട്. ഇഞ്ചി, പിന്നെ ഇതാ ഒരു നല്ല പിടി മല്ലിയില കുറച്ച് കൂടുതലാവണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ പക്കവടയാണല്ലോ. പച്ചമുളക് ശരിക്കും നമുക്ക് സാധാരണ വലിയ ആളുകൾക്ക് കഴിക്കണമെങ്കിൽ ആ 5 പച്ചമുളക് മുഴുവനായിട്ട് ഇടണം കേട്ടോ. ഞാനിവിടെ കുട്ടികൾക്കത് അധികം എരിവ് പോകണ്ടെന്ന് കരുതിയിട്ടാണ്. കാരണം കാശ്മീരി ചില്ലിയാണല്ലോ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഴമ്പ് പോലെ ആവരുത്, അല്പം ഒരു ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കണത്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി കൂടുതൽ ഇത് നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് ഇട്ട് കൊടുക്കാൻ പറ്റണം. ഇതിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ അധികം വലിയ പീസൊന്നുമില്ല, ഒരുപാട് കുറച്ച് വലുപ്പമുള്ള പീസൊക്കെ ഞാനത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചെടുത്താൽ മതി. ഞാനിതാ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാനിതാ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇടാൻ പാടുള്ളൂ. എൻ്റെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, കണ്ടോ, മുരിയുന്ന കണ്ടില്ലേ. ഇങ്ങനെ ഇത് 1 സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുറച്ച് കോരി. ഇത് നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് എത്ര വലുപ്പം വേണമെങ്കിൽ കൂട്ടാം കേട്ടോ.
ചില കടകളിലൊക്കെ കണ്ടില്ലേ വലിയ പക്കുവട, പക്ഷേ ചില സ്ഥലത്ത് ചെറിയ പക്കുവടയായിരിക്കും. അപ്പം ഞാനിത് ആദ്യത്തെ ഇട്ടത് കുറച്ച് വലിയ പക്കുവടയാണ്. ഇനി അടുത്ത തവണ ഒന്നും കൂടി ഒന്ന് കുറയ്ക്കണം, കാരണം ഇടുമ്പോൾ എത്രത്തോളം വലുതായി വരുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. കുറച്ച് കട്ടിയുള്ള മാവാണല്ലോ, ഇത്ര തന്നെ വലിപ്പം വേണമെന്നില്ല, ഇതിൻ്റെ പകുതി ഇട്ടാൽ മതി. അത് ആദ്യത്തെ സെറ്റ് പക്കുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിലേക്ക് എണ്ണയിലേക്ക് ഇടുമ്പോഴേക്ക് തന്നെ നല്ല ചൂടുള്ള എണ്ണ ആയതുകൊണ്ട് ഇടുമ്പോഴേക്ക് തന്നെ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. ഉള്ളിലൊന്നും വേവാനൊന്നുമില്ല, ചിക്കനൊക്കെ നമ്മൾ ആദ്യമേ വേവിച്ചതാണ്. പിന്നെ സവാളയല്ലേ, സവാള പച്ചമുളകൊക്കെ എണ്ണയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇത് അടുത്ത സെറ്റ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല തട്ടുകട ചിക്കൻ തന്നെ പക്കുവട തന്നെയാണ് കേട്ടോ. ഇത് അതേ സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം, നല്ല ക്രിസ്പിയാണ്. പക്ഷേ ഇത് പക്കുവട നമുക്കറിയാലോ, ഒരുപാട് സമയം വെച്ചാൽ എന്തായാലും അത് തണുത്ത് പോകും. അപ്പം പക്കുവട എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ നല്ല സ്വാദ് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ മാവ് വേണമെങ്കിൽ ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ വെക്കുകയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇപ്പം നമുക്ക് ഇന്ന് ഉണ്ടാക്കണമെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയും ചെയ്യാം ബാക്കിയുള്ളത്. ഞാൻ ഈ മാവ് അധിക സമയം വെക്കാതെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതിൽ അപ്പകാരം ചേർത്തിരിക്കുന്നത്, ബേക്കിംഗ് സോഡ. ഇനിയിപ്പം നമ്മൾ കുറച്ച് സമയം 1-2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഇതിൽ അപ്പക്കാരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടും. കടലമാവാണല്ലോ. അപ്പോൾ അതാ ഞാൻ മുഴുവൻ സെറ്റും ഇങ്ങനെ വറുത്ത് കോരിയിരിക്കുന്നത്. 1 കപ്പ് കടലമാവ് കൊണ്ട് ഇതാ ഇത്രയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ഷെനീസ് വേൾഡ്. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ബായ്.